ഒരു സൺഡേ മോർണിംഗിൽ അധികം കിടന്നുറങ്ങാണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി കുറെ കാലം ഇത് ചെയ്യണ്ട്. ആക്ച്വലി ഞാൻ മറന്നുപോയി. ഈ വഴി കൂടി നടക്കുമ്പോൾ 11 ഇല്ലെങ്കിൽ വല്ലാത്തൊരു മിസ്സിങ്ങാ. ദാ 11. പക്ഷെ അവന്റെ കണ്ണിലോ ഞാൻ വെറും ഒരു വഴിപോക്കത്തിയായിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതം. ഇവിടെ ഇപ്പം നല്ല തണുപ്പാ. ആ തണുപ്പിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ കാറ്റിന് വല്ലാത്തൊരു സുഖമാണ്. എന്ത് പ്രാർത്ഥിക്കാനാ പോണേന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഇത് നോക്കൂ, എന്താവും ആ കുഞ്ഞു മനസ്സിന് പ്രാർത്ഥിക്കാനുണ്ടാവുക. അങ്ങനെ ആദ്യമായിട്ട് വേറൊരാളുടെ പ്രാർത്ഥന കേൾക്കാൻ കൊതിച്ചു പോയി ഞാൻ. ഒരു അമ്പലത്തിൽ പോയാൽ എന്താ ശരിക്കും ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ അവിടെ പോയി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാറുണ്ട് എന്നത് ഞാൻ ഓർക്കുന്നു. സാധാരണ അമ്പലങ്ങളെക്കാളും കാവുകളിൽ പോകാനാണ് എനിക്ക് തോന്നുക. അവിടുത്തെ അന്തരീക്ഷത്തിന് തന്നെ പ്രത്യേകതര ഒരു കുളിർമയാണ്. ഇത്തരം ദിവസങ്ങളിൽ വെൻ യു ഫീൽ വെരി ഫ്രഷ് ഇൻ മോർണിംഗ്, മാൻഡേറ്ററി ആയിട്ട് എൻ്റെ കൂടെ വരുന്ന ഒരു അടുത്ത ആഗ്രഹം എന്താണെന്നറിയോ? നല്ല സാമ്പാർ മണക്കുന്ന വെജ് റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ല ദോശ, ഇഡ്ഡലി, വട ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ച് തിരിച്ച് നടന്ന് വീട്ടിൽ പോയിട്ട് ആ ബെഡിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് കാർന്നോമാർ പറയായിരുന്നില്ലേ, പഠിച്ചൊരു ജോലി എടുക്ക്, സ്വന്തം കാലിൽ നിൽക്കുന്നൊക്കെ. അതൊക്കെ ഇതിനാണ്. ഒരു ദിവസം എങ്ങനെ വേണം, എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്വയം ഡിസൈൻ ചെയ്യാൻ പറ്റും. യു ക്യാൻ എക്സിക്യൂട്ട് ദ ഡേ ഇൻ മൈ ലൈഫ് വിച്ച് ഇസ് ഇൻ യുവർ ഹെഡ് ഇൻ ടു യുവർ ഡേ. ഇതിവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പീപ്പിൾ ആർ മോർ ജെന്റിൽ ടുവേർഡ്സ് ആനിമൽസ് ഹിയർ ഇൻ മൈസൂർ. അതുകൊണ്ട് തന്നെ ഒരു പട്ടികളും അങ്ങനെ അഗ്രസീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ബാക്കി വരുന്ന ഫുഡെങ്കിലും പട്ടികൾക്ക് കൊടുത്താൽ നമ്മുടെ നാട്ടിലെ പട്ടികൾക്ക് കുറച്ചെങ്കിലും ഒരു അഗ്രസീവ്നെസ് കുറയുന്ന തോന്നണം. എന്തിനധികം വിശന്നാ നമുക്ക് പോലും പട്ടി സ്വഭാവം തന്നെയല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? ചില ഫുഡിന് ടേസ്റ്റിനാണ് സുപ്രമസി, ചിലതിന് സ്മെല്ലിനും. പിന്നെ ശരിയാണ്, ഇന്ത്യൻ ഫുഡ്സ് ആർ റിച്ച് ഇൻ കാർബ്സ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആർ കൾച്ചർ ഇസ് ഇൻ ഇറ്റ് ആൻഡ് വി ആർ യൂസ്ഡ് ടു ഇറ്റ്. ഒരു റെസ്റ്റോറൻറ്റുകാരന് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചതി എന്താണെന്നറിയോ? ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓർഡർ തെറ്റിച്ച് കൊണ്ടുതരാം. അതായത് ഇഡ്ഡലി ഡിപ്പും കോഫിയും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇഡ്ഡലി ഡിപ്പ് മാത്രം കൊണ്ടുതന്ന് അത് കഴിക്കുവോളം കാത്തിരുന്ന് അത് കഴിഞ്ഞ് കോഫി കൊണ്ടുതന്ന അതിലും വലിയ ചതി ഇനി എന്നോട് ചെയ്യാനില്ല. ഒരുപാട് കറികളിലെ ചോറും കൂട്ടാനും കഴിക്കുന്ന പോലെയല്ല, ഒരേ സാധനം കുറേ നേരം കഴിക്കുമ്പോൾ അതിനിടെ ടേസ്റ്റ് ബ്രേക്ക്. അതുകൊണ്ട് ഞാനൊരു കോഫി പേഴ്സൺ ആണോ ടീ പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും അതിനൊരു ഉത്തരവില്ല. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്ന എന്തെങ്കിലും സാധനത്തിൻ്റെ ഫ്ലേവർ കൂട്ടാനോ അല്ലെങ്കിൽ ആ സെയിം ടേസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും ഞാൻ യൂഷ്വലി ഇത് രണ്ടും കഴിക്കാറ്. അപ്പം ശരി.